മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയാണ് തത്സമയം. അത് LDFിൻ്റെ സത്യസന്ധമായ നിലപാട്. കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വേരൂന്നാൻ സഹായിക്കുന്ന അപകടകരമായ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൂടെ നടക്കുന്നു എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു കാര്യം വ്യാജ പ്രചരണങ്ങളാണ്. ആ വ്യാജ പ്രചരണങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, LDF സർക്കാർ 2016 തൊട്ട് ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി ഓരോ വർഷവും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വല്ലാത്തൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു, അങ്ങേയറ്റം നിരാശയോടുകൂടിയുള്ളൊരു ബോധ്യം. അത് ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല, പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല, അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് 2016 കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. സർ, എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത്. സർ, ഇവിടെ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ദേശീയപാതാ വികസനമായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും കൊച്ചി ഇടമൺ പവർ ഹൈവേ ആയാലും ഇതെല്ലാം നടക്കില്ല എന്ന് കണ്ട് അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വന്നവർ തിരിച്ചുപോയ നാടാണ് നമ്മുടേത്. അതെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഗെയിൽ പൈപ്പ് ലൈനും പവർ ഹൈവേയും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും ദേശീയപാതയുടെ വികസന നില കാണാൻ കഴിയുന്നതുമാണ്. ഇവിടെ വിഴിഞ്ഞം തുറമുഖം അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. 2028 ആ പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ 2045 പൂർണ്ണ തോതിൽ പൂർത്തിയാകേണ്ട വർഷമായി കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ പ്രവൃത്തി പുരോഗമിച്ച് 2028 പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്തുള്ള ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദർഷിപ്പുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രയൽ റൺ വേളയിൽ തന്നെ 137 കപ്പലുകൾ, 2,75,000 കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അത് തുറമുഖത്തിൻ്റെ ഉന്നത നിലവാരമാണ് കാട്ടിത്തരുന്നത്. തുറമുഖ അനുഭവങ്ങളിൽ തന്നെ ഒരു റെക്കോർഡായിട്ടാണ് ഇത് പറയുന്നത്. സർ, അതേപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമെടുത്താൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പാണ് കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാടിന് വലിയൊരു ദുഷ്പേര് നിലനിന്നിരുന്നല്ലോ. നേരത്തെ ദീർഘകാലം വരുന്നേ ഉള്ളൂ വ്യവസായ മന്ത്രിയായിരുന്ന ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാലോ കാര്യങ്ങൾ. ഈ നാടൊരു വ്യവസായ നിക്ഷേപ സൗഹൃദ നാടല്ല എന്നൊരു പ്രചരണമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ
ആ പ്രചരണത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ അത്തരം പ്രചാരകർക്കൊന്നും ഇന്നത് പ്രചരിപ്പിക്കാൻ കഴിയില്ല. സർ, അതിനിടയാക്കിയത് എന്താണ്? അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. കാരണം ഇവിടെ ശക്തമായി ഉണ്ടായിരുന്ന ചുവപ്പ് നാട മുറിച്ച് കേരളത്തിൽ വരുന്ന സംരംഭകർക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.